ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു FRK ടെക് PSC. ഈ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ഓവർസിയർ, ട്രേസർ, ഡ്രാഫ്റ്റ്സ്മാൻ്റെ 6ാമത്തെ സെഷനാണ്. ഇതിൽ സിവിൽ മെക്കാനിക്കൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തത്. തൊട്ട് മുന്നേ സെഷനിൽ ഇതേപോലെ സിവിൽ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാം. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏജ് ഓഫ് ട്രീ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് from the height of tree, diameter of the bark, number of rings on the bark section, cambium layer. നമ്മളൊരു ട്രീൻ്റെ ഏജ് എങ്ങനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് നമ്പർ ഓഫ് റിങ്സ് ഓൺ ദി ബാർക്ക് സെക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ബാർക്ക് നമുക്ക് നോക്കാം. നമ്മളൊരു മരം വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഡയമീറ്ററുള്ള ആ ഒരു ഭാഗം, ഓക്കെ, ആ ഒരു തടി, അതാണ് ബാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബാർക്ക് സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ആനുവൽ റിങ്സ്. അതാണ് ഇത് കാണുന്നത്, ആനുവൽ റിങ്സ്. ആ ആനുവൽ റിങ്സിൻ്റെ നമ്പർ വെച്ചിട്ടാണ് നമ്മളൊരു ട്രീൻ്റെ ഏജ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് എസ്റ്റിമേഷൻ മാത്രമാണ്, കറക്റ്റായിട്ടുള്ള വാല്യൂ അല്ല. എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇത്ര കൊല്ലമായിട്ടുണ്ട് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വാട്ടർ ക്ലോസറ്റ് ഈസ് കോമൺലി മെയ്ഡ് ഓഫ് സ്റ്റോൺ വെയർ, ഗ്ലേസ്ഡ് എർത്തൺ വെയർ, ടെറാക്കോട്ട, പോർസിലെയിൻ. അതായത് നമ്മുടെ വീട്ടിലേക്കുള്ള ക്ലോസറ്റ് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്? അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് പോർസിലെയിൻ ആണ്. ഓക്കെ, പോർസിലെയിൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിനെ കൊണ്ടാണ് ക്ലോസറ്റ് ഉണ്ടാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം സെപ്റ്റിക് ടാങ്ക് ദ എഫ്ലുവൻസ് ആർ ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിനേജ്, സോക്ക് പിറ്റ്, സ്യൂവർ, ഓക്സിഡേഷൻ പോണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് സോക്ക് പിറ്റ് ആണ്. അതായത് സെപ്റ്റിക് ടാങ്കിൽ നിന്നും എഫ്ലുവൻസ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? വേസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? സോക്ക് പിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റുകളാണ് നമുക്ക് ഈ ഒരു ലൈന്, നമ്മൾ കർശനം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ലൈനിൽ കൂടെ വന്നിട്ട് നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിറയും. ആ സെപ്റ്റിക് ടാങ്കിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഈ ഒരു ലൈൻ വഴി. ഇതാണ് സോക്ക് പിറ്റ്. ഈ സോക്ക് പിറ്റിലേക്കാണ് പോകുന്നത്. അത് ഗ്രാജുവലി എർത്തിലേക്ക് എങ്ങനെ പോവുകയാണ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വീട്ടിൽ ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റ് സെപ്റ്റിക് ടാങ്കിലേക്ക് വരുന്നു, സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വീണ്ടും സോക്ക് പിറ്റിലേക്കാണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആക്സെപ്റ്റബിൾ റേഞ്ച് ഫോർ pH ഫോർ പോർട്ടബിൾ വാട്ടർ 7 to 8.5, 8 to 10, 2 to 5, about 10. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 7 to 8.5 ആണ്. അപ്പോൾ നമ്മൾ ഈ പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വാട്ടർ ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ, ദാറ്റ് ഈസ് വാട്ടർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് ഓർ കുക്കിംഗ്. നമുക്ക് കുടിക്കാൻ പറ്റുന്നതും നമുക്ക് പാചകം ചെയ്യാൻ പറ്റുന്നതുമായ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് പോർട്ടബിൾ വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ pH വാല്യൂ 7 to 8.5 ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊക്കെ അറിയാം വെള്ളം എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആയിട്ടുള്ള സംഗതിയാണ്. അതിൻ്റെ pH വാല്യൂ 7 ആണ്. ഓക്കെ, അതിൻ്റെ മുകളിൽ pH വാല്യൂ വരുന്നത് ബേസിക് ആണ്. അതിൻ്റെ താഴെ 7ൽ താഴെ pH വാല്യൂ വരുന്നത് അസിഡിക് ആയിരിക്കും. അതുകൂടെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിൻ്റെ ഇടയിലാണ് ഈ പോർട്ടബിൾ വാട്ടറിൻ്റെ pH വാല്യൂ, അതായത് 7 to 8.5. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് ഓഫ് ഫില്ലർ സാൻഡ് ഇസ് ഗിവൺ ബൈ D50/D5, D50/D10, D60/D10, D10/D60. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് D60/D10 ആണ്. ഓപ്ഷൻ സി, D60/D10. അപ്പോൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് ഓഫ് ഫില്ലർ സാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പാർട്ടിക്കിൾ ഡയമീറ്റർ കണ്ടോ? ഒരു ഫില്ലർ സാൻഡിൻ്റെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫില്ലർ സാൻഡ് ഉണ്ടാവും. ആ ഫില്ലർ സാൻഡിൻ്റെ ഡയമീറ്റർ, പാർട്ടിക്കിൾ ഡയമീറ്റർ വേഴ്സസ് അതിൻ്റെ ഫൈനസ്. ഓക്കെ, അതൊരു സീവ് കൂടെ പാസ് ചെയ്യുന്നതിൻ്റെ ഫൈനസ്, അത് രണ്ടും വെച്ചുള്ളൊരു ഗ്രാഫാണ് നമ്മൾ ഈ മുകളിൽ കാണുന്നത്. അവിടെയാണ് നമുക്ക് ഈ D10, D50, D60 ഒക്കെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് ഓഫ് ഫില്ലർ സാൻഡ് എന്ന് പറയുന്നത്, ഫില്ലർ സാൻഡിൻ്റെ ആണ് നമുക്ക് D60, D10 എന്ന് പറയുന്നത്. ഓക്കെ, യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് നമുക്ക് എന്തിൻ്റെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഫില്ലർ സാൻഡിൻ്റെ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ D60/D10 ആണ്. അടുത്തത്, ഇൻ എ മില്ലിംഗ് മെഷീൻ. ഇപ്പോൾ നമ്മൾ മെക്കാനിക്കൽ സൈഡിലേക്ക് വന്നു കേട്ടോ. ഇൻ എ മില്ലിംഗ് മെഷീൻ എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഇസ് യൂസ്ഡ്, എ മില്ലിംഗ് കട്ടർ ഇസ് യൂസ്ഡ്, tool is fixed and work is moving,
ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഇസ് യൂസ്ഡ്. ഓക്കെ, എൻ്റെ മുന്നത്തെ വീഡിയോസിലും നമ്മൾ കുറച്ച് മെഷീൻ ടൂൾസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലേ, ലെയ്ത്ത്, അതുപോലെ ഷെയ്പ്പർ, അതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആ ഓപ്ഷൻസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എവിടെ യൂസ് ചെയ്യുക? ലെയ്ത്തിലാണ് യൂസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മില്ലിംഗ് മെഷീനിൽ എന്താ യൂസ് ചെയ്യുക? എ മില്ലിംഗ് കട്ടർ ഇസ് യൂസ്ഡ്. ഓക്കെ, മില്ലിംഗ് കട്ടർ ഇസ് യൂസ്ഡ്. ടൂൾ ഇസ് ഫിക്സഡ് ആൻഡ് വർക്ക് ഇസ് മൂവിങ് അല്ല, മില്ലിംഗ് മെഷീനിൽ അങ്ങനെയല്ല. അതുപോലെ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഷെയ്പ്പറിലും സ്ലോട്ടറിലുമാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മില്ലിംഗ് മെഷീൻ്റെ ടൂൾ കട്ടറാണ് ഇതാണ്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മില്ലിംഗ് കട്ടറിൽ സിംഗിൾ പോയിന്റ് അല്ല, കണ്ടോ? നമുക്ക് ഒരു പെരിഫറി മൊത്തം അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ടൂൾ എഡ്ജസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ഓക്കെ, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ്. മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ മില്ലിംഗ് മെഷീൻ കൂടാതെ ഡ്രില്ലിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. ഇനി നമുക്കൊരു മില്ലിംഗ് മെഷീൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഫിക്സഡാണ് അല്ലേ? വർക്ക് ഇവിടെ ഫിക്സഡ് ആണ്. നമുക്കിവിടെ ഓപ്ഷനിൽ തന്നത് ടൂൾ ഇസ് ഫിക്സഡ് ആൻഡ് വർക്ക് ഇസ് മൂവിങ് ഉണ്ട്. ഓക്കെ, അതല്ല, അത് ലെയ്ത്തിലാണ് നമുക്ക് അങ്ങനെ ഉള്ളത്. നമുക്കിവിടെ മില്ലിംഗ് മെഷീനുള്ളതെന്ന് പറഞ്ഞാൽ വർക്ക് ഫിക്സഡാണ്. വർക്കിനെ നമ്മളിങ്ങനെ നീക്കി കൊടുക്കുകയുള്ളൂ. ഇവിടെ മുകളിൽ കാണുന്ന ആർബർ കണ്ടില്ലേ? ഈ ആർബറിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കട്ടിംഗ് ടൂൾ ഫിക്സ് ചെയ്യുന്നത്. കണ്ടോ? കട്ടിംഗ് ടൂൾ ഫിക്സ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഫ്രണ്ട് വ്യൂ എടുത്തൊരു വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡ് വ്യൂ കണ്ടോ? സൈഡ് വ്യൂ ഈ മില്ലിംഗ് കട്ടർ ഇവിടെ കാണാൻ കണ്ടില്ലേ? മില്ലിംഗ് കട്ടർ, ആ മില്ലിംഗ് കട്ടറാണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടില്ലേ? ആ മില്ലിംഗ് കട്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മില്ലിംഗ് കട്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് വർക്കിന് നമ്മൾ ഫീഡ് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഓരോ മെഷീൻ ടൂൾസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മില്ലിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, ഷെയ്പ്പർ, സ്ലോട്ടർ, ലെയ്ത്ത്, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടാണ്ട് റിലേറ്റഡ് ഇൻഫോർമേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത്, ഇൻ എ ബെൽറ്റ് ഡ്രൈവ് പവർ ഇസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ പുള്ളീസ് ബൈ മീൻസ് ഓഫ് ബെൽറ്റ്സ്. വേരിയസ് ടൈപ്സ് ഓഫ് ബെൽറ്റ്സ് ആർ യൂസ്ഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ ഇൻക്ലൂഡിങ് V belt and roller belt. Slip will decrease the performance of belt drive. All the statements are true. And answer വരുന്നത് all the statements are true. ഓക്കെ, ഇപ്പോൾ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടോ? ബെൽറ്റ് ഡ്രൈവിൽ നമ്മളൊരു ഡ്രൈവർ പുള്ളിയും ഒരു ഡ്രിവൺ പുള്ളിയും ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഈ ബെൽറ്റ് ഓടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്ലോർ മില്ലിൽ, നമ്മൾ അരി പൊടിപ്പിക്കുന്ന മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതിൽ ഒരു ഡ്രൈവർ പുള്ളി ഉണ്ടാവും, ഒരു ഡ്രിവൺ പുള്ളി ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ബെൽറ്റ് വെച്ചിട്ടാണ് ഓടിക്കുക. അപ്പോൾ ഓപ്ഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പവർ ഇസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ പുള്ളീസ് ബൈ മീൻസ് ഓഫ് ബെൽറ്റ്, അത് ശരിയാണ്. ഇനി രണ്ടാമത്തെ പറഞ്ഞാൽ വേരിയസ് ടൈപ്പ് ഓഫ് ബെൽറ്റ് ആർ യൂസ്ഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ ഇൻക്ലൂഡിങ് വി ബെൽറ്റ് ആൻഡ് റോളർ ബെൽറ്റ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് ബെൽറ്റാണ്. കണ്ടോ? ഇതൊരു ഫ്ലാറ്റ് ബെൽറ്റാണ്. ഇനി അതുകൂടാണ്ട് വി ബെൽറ്റ് നമുക്ക് ഉണ്ടാവും അല്ലേ? വി ബെൽറ്റ് പറഞ്ഞാൽ നമ്മുടെ കാറിലൊക്കെ ഫാനിൻ്റെ ബെൽറ്റ് നോക്കിക്കഴിഞ്ഞാൽ വി ബെൽറ്റുകളുണ്ടാവും. അതിൻ്റെ ഒരു സെറ്റാണ്. ഇപ്പോൾ റോളർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ റോളർ ബെൽറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തയ്യൽ മെഷീനിലൊക്കെ റോളർ ബെൽറ്റാണ് യൂസ് ചെയ്യുന്നത്. അതായത് ബെൽറ്റ് കട്ട് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർക്കുലർ സെക്ഷൻ ആയിരിക്കും. അതാണ് ഈ റോളർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഫ്ലാറ്റ് ബെൽറ്റാണ്. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള റെക്ടാങ്കുലർ സെക്ഷനായിരിക്കും ഉണ്ടാകും. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ 2 നമുക്ക് റെഡിയാണ്, ട്രൂ ആണ്. അതുപോലെ സ്ലിപ്പ് വിൽ ഡിക്രീസ് ദ പെർഫോമൻസ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്. അതായത് ഇത് റൺ ചെയ്യുമ്പം ഇത് മെക്കാനിക്കൽ ലോക്കിംഗ് ഒന്നുമില്ല, ഇപ്പോൾ ഫ്രിക്ഷനിലാണ് ഇത് ഓടുന്നത്. ചില സമയം ടോർക്ക് കൂടുമ്പോൾ ഈ ഒരു പുള്ളി മാത്രം ഓടിപ്പോകും, ബെൽറ്റ് അവിടെ തന്നെ നിൽക്കും. അതാണ് സ്ലിപ്പ്. ഇപ്പോൾ സ്ലിപ്പും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പെർഫോമൻസ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് ഇസ് എഫക്റ്റഡ് വെൻ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ പുള്ളി ആൻഡ് ബെൽറ്റ് ഇസ് ഡിക്രീസ്ഡ് ആൻഡ് ദ ഫിനോമിന ഇസ് നോൺ ആസ്, അതായത് ദ പെർഫോമൻസ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് ഇസ് എഫക്റ്റഡ് വെൻ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ പുള്ളി ആൻഡ് ബെൽറ്റ് ഇസ് ഡിക്രീസ്ഡ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയുമ്പോൾ, അതാണ് ഇപ്പോൾ ഞാൻ തൊട്ടമുന്നേ പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? സ്ലിപ്പ് ഉണ്ടാവുക അല്ലേ? അതാണ് സ്ലിപ്പ്. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ കാര്യം അത് കണ്ടില്ലേ? ഈ ഒരു പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് പോകുമ്പോൾ, റെഡ്യൂസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു പുള്ളി മാത്രം റൊട്ടേറ്റ് ചെയ്യും, ബെൽറ്റ് അവിടെ നിൽക്കും. അതാണ് സ്ലിപ്പ് എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയുമ്പോൾ എന്താ ഉണ്ടാവുക? അത് സ്ലിപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇതാണ് ഇപ്പോൾ തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് തൊട്ട മുന്നേ കാണിച്ച ഫിഗർ തന്നെയാണിത്. അപ്പോൾ ഇവിടെയാണ് സ്ലിപ്പ് ഉണ്ടാകുക. അടുത്ത ക്വസ്റ്റ്യൻ, എ റൊട്ടേഷണൽ മെക്കാനിക്കൽ ഡിവൈസ് ഹാവിങ് എ നമ്പർ ഓഫ് ടീത്ത് ഓൺ ഇറ്റ്സ് പെരിഫറി
basically used for power transfer known as gear, belt, chain, all of the above. ഒരു മെക്കാനിക്കൽ ഡിവൈസ് ഹാവിങ് എ നമ്പർ ഓഫ് ടീത്ത്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണേ. നമ്പർ ഓഫ് ടീത്ത് ഓൺ ഇറ്റ്സ് പെരിഫറി മുഴുവൻ ടീത്ത് ആയിട്ടുള്ള റൊട്ടേഷണൽ ഡിവൈസ് പവർ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്നത് എന്താണ്? ഗിയർ ആണ്. ഓക്കെ, ഗിയറിന് മാത്രമാണ് ഈ ടീത്ത് ഉണ്ടാവുക. കണ്ടോ ഈ ടീത്ത്. ഓക്കെ, അപ്പം ഇതാണ് ഗിയർ. അടുത്ത ക്വസ്റ്റ്യൻ, if the power is to be transmitted between two parallel shafts, then angular gears are used, bevel gears are used, spur gears are used, rack and pinion are used. ഇത് രണ്ട് പാരലൽ ഷാഫ്റ്റ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് യൂസ് ചെയ്യുക? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പർ ഗിയേഴ്സ് കേട്ടോ. സ്പർ ഗിയേഴ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ സെറ്റിലേക്കൊന്ന് പോവാം. ഇതാണ് സ്പർ ഗിയറിൻ്റെ സെറ്റ്. കണ്ടോ, ഇപ്പോൾ രണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും പാരലായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. രണ്ടും ഇവിടെ ഇതിനുള്ളിൽ കൂടെ ഷാഫ്റ്റുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷാഫ്റ്റ് പാരലായിരിക്കും. അപ്പോൾ പാരലൽ ഷാഫ്റ്റുകൾ തമ്മിൽ ഒരു പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് സ്പർ ഗിയേഴ്സ്. ഇപ്പോൾ റാക്ക് ആൻഡ് പിനിയൻ ആണെങ്കിൽ കണ്ടോ, ഈ പിനിയൻ റൊട്ടേറ്റ് ചെയ്യും, റാക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യാണ്. കണ്ടോ, ഓരോന്നും ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഇത് ഇൻറ്റേർണൽ ടൂത്തിങ് ആണ്. ഇൻറ്റേർണൽ ടൂത്തിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ചെറിയ ഗിയർ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പെരിഫറി മുഴുവൻ റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഇൻറ്റേർണൽ ടൂത്തിങ്. ഇത് വേം ആൻഡ് വേം ഗിയർ. കണ്ടോ, ഈ ഒരു വലിയ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ വേം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ റൊട്ടേഷനാണ് അവിടെ കൊടുക്കുന്നത്. കണ്ടോ, ഇത് പെർപെൻഡിക്കുലർ റൊട്ടേഷനാണ്. ഇതൊരു റൊട്ടേഷൻ ഇങ്ങനെ പോവും. ഈ വേം അതിൻ്റെ 90 ഡിഗ്രി ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇതിനടുത്ത് ബിവൽ ഗിയർ. ബിവൽ ഗിയറിലും 90 ഡിഗ്രി റൊട്ടേഷൻ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഷാഫ്റ്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യും കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബിവൽ ഗിയറിൽ 90 ഡിഗ്രി തന്നെയാണ് റൊട്ടേഷൻ, പക്ഷേ ഷാഫ്റ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യും. വേം ആൻഡ് വേം ഗിയറിൽ ഷാഫ്റ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യൂല. നോക്കിയാൽ അറിയാം. പിന്നെ വരുന്നത് സ്ക്രൂ ബിവൽ ഗിയറും സ്ക്രൂ ഗിയേഴ്സും ഒക്കെയാണ്. ഇതൊക്കെ ഹെലിക്കൽ ഗിയേഴ്സിന് സെറ്റാണ് കേട്ടോ. ഇതാണ് ഹെലിക്കൽ ഗിയർ. ഹെലിക്കൽ ഷേപ്പുള്ള ഗിയേഴ്സ്, ഇതാണ് ഹെലിക്കൽ ഗിയേഴ്സ്. അതിൻ്റെ ഗിയർ സെറ്റാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ വരുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനിയും സിവിൽ മെക്കാനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.